ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് സംബന്ധിച്ച ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമ്മൾ നൽകിയിരുന്നു. അതിൽ ഡിബഞ്ചർ ഡിസ്കൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കുറച്ച് വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രോബ്ലംസ് കൊടുത്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് എന്താണെന്ന് നോക്കി പോവാം. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, ഡിബഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരാവുന്ന ലോസ് അല്ലേ, എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരിക? ഒന്ന്, ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ സമയത്തുള്ള ഡിസ്കൗണ്ടാണ്. രണ്ടാമത്തത്, ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയം കൊടുക്കേണ്ട വന്നാൽ അല്ലേ, അത് ഇഷ്യൂ സമയത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു കണ്ടീഷനുള്ള കേസാണെങ്കിൽ ഓക്കെ, ആ റിഡംഷൻ പ്രീമിയവും ഇഷ്യൂ സമയത്തുള്ള ലോസ് ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഈ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഒക്കെ വരുന്ന സമയത്ത് അതിന് നമ്മൾ സാധാരണ അത് ലോസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ അല്ലേ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എത്ര എമൗണ്ട് ആണോ ക്യാഷ് കിട്ടിയത് തന്നെ ഡെബിറ്റ് ചെയ്യും അല്ലേ. ഡിസ്കൗണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബാക്കി എല്ലാ രണ്ടും കൂടി ചേർത്തുള്ള എമൗണ്ട് ആണ് ഡിബഞ്ചറിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇഷ്യൂ സമയത്ത് നോക്കിയിരുന്നത്. ക്ലിയർ? ഇതിൽ ഡെബിറ്റ് ബാലൻസ് വരുന്ന ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, അത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നൽകിയിരിക്കുന്ന ഡിസ്കൗണ്ട് ആണ് അല്ലേ. അത് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് അല്ലേ, റിഡംഷൻ സമയത്ത് കൊടുക്കുന്ന പ്രീമിയം ഈ ഡിസ്കൗണ്ട് ഒക്കെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ പോലും ഇതെന്താണ്? ക്യാപിറ്റൽ നേച്ചറിലുള്ളൊരു ലോസ് ആണ് അല്ലേ. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ലോസ് വരികയാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അവൈലബിൾ ആണെങ്കിൽ, അത് കമ്പനിക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് നിലവിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? റൈറ്റ് ഓഫ് ചെയ്യാം. അതല്ല അത് ഉപയോഗിച്ച് റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? റൈറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് റൈറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ച് റൈറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ ഏത് ക്യാപിറ്റൽ പ്രോഫിറ്റിനാണോ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. പിന്നെയോ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടില്ലേ അതിന് മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ദാറ്റ് ഈസ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചറോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറോ ഒക്കെ വരികയാണെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ദെൻ ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ ഡെബിറ്റ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യേണ്ട അല്ലേ, ക്യാൻസൽ ചെയ്യേണ്ട ഡിസ്കൗണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് വേ. ക്ലിയർ? സോ രണ്ടാമത്, റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം റവന്യൂ പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അല്ലേ. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ? സോ SOPL അക്കൗണ്ട് അല്ലെങ്കിൽ SOPL എന്താ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ക്ലിയർ? P&L അക്കൗണ്ട് നമ്മൾ പറയാം. അപ്പോൾ P&L അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ക്ലിയർ? അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യുക. ദെൻ ഇത് ഇങ്ങനെ റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഇതിനെ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അത് മുഴുവൻ എമൗണ്ടും ഒറ്റയടിക്ക് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും റൈറ്റ് ഓഫ് ചെയ്യാം. എന്താ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ? എത്ര പീരീഡിലേക്കാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ, അതിന് അനുപാതമായിട്ട് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ ഇതിനാണ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റയർ എമൗണ്ട് ലംസമായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും റൈറ്റ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ അവിടെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്,
ഫിക്സഡ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലിയർ വേരിയബിൾ ആയിട്ടുള്ളൊരു ക്ലിയർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വേരിയബിൾ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യും. ക്ലിയർ. ഇപ്പോൾ ഡിബഞ്ചർ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ച് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ക്ലിയർ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാ വർഷവും ഒരു എമൗണ്ട് വെച്ച് ചെയ്യും. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ ഡിബഞ്ചറിൻ്റെ പീരീഡ് ടെന്യൂർ എന്ന് പറയുന്നത് 10 years ആണ് വിചാരിക്കുക. ക്ലിയർ. 1 lakh rupees ഡിബഞ്ചർ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 lakh / 10 years ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10,000 rupees per year കിട്ടും. അപ്പോൾ ഓരോ വർഷവും 10,000 വെച്ച് 10 ഇയറിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു വർഷത്തിലെ റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ച് മുഴുവൻ ഡിസ്കൗണ്ടിങ് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ വർഷത്തിലെ ലാഭം വളരെയധികം കുറഞ്ഞു പോകും അല്ലേ. ശരിക്കും അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഡിബഞ്ചറിൻ്റെ ടെന്യൂറിലേക്ക് അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ടേമിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിനെ ഡെഫർ ചെയ്യുന്നു, ഈ ലോസിനെ എന്ത് ചെയ്യുന്നു, ഡെഫർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി പീരീഡ് ഓഫ് ഡിബഞ്ചർ. ക്ലിയർ. ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യുന്നു. പ്രൊപ്പോർഷനേറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എന്താ ചെയ്യുക, അവിടെ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് ക്ലിയർ എമൗണ്ട് എത്രയാണെന്ന് നോക്കുന്നു. ഡിബഞ്ചറിൻ്റെ എമൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ വേരിയേഷൻ വരാം ചിലപ്പോൾ. ക്ലിയർ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേരിയേഷൻ വരുന്നത് നമുക്കറിയാം. ചിലപ്പോൾ ഡിബഞ്ചർ എന്ത് ചെയ്യാറുണ്ട്, ചില വർഷങ്ങളിൽ കുറച്ചായിട്ട് പാർട്ടായിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിഡീം ചെയ്യാറുണ്ട്. ക്ലിയർ. ഇപ്പം ഡിബഞ്ചറിനെ ഒന്നിച്ച് റിഡീം ചെയ്യുന്നതിന് പകരം ലംസമായിട്ട് റിഡംഷൻ ചെയ്യുന്നതിന് പകരം എന്തുകൂടെ ചെയ്യാറുണ്ട്, ദേ മേ ബി റിഡീംഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ക്ലിയർ. പാർട്ട് പേയ്മെൻറ്റ്, ആനുവൽ ഡ്രോയിങ്സ് എന്നൊക്കെയാണ് പറയാം. ആനുവൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വർഷം കുറച്ച് ക്ലിയർ വർഷം റിഡീം ചെയ്യും. അപ്പോൾ 10 വർഷം ഉള്ള ഡിബഞ്ചറാണ് അല്ലേ എന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും നമ്മൾ നിശ്ചിത എമൗണ്ട് വീതം വെച്ചിട്ട് റിഡീം ചെയ്യണം. അപ്പോൾ കമ്പനി തീരുമാനിക്കണം ഓരോ വർഷവും ക്ലിയർ 10 lakh rupee അല്ലേ, അപ്പോൾ നമുക്ക് 1 lakh rupee വെച്ച് ഓരോ വർഷവും റിഡീം ചെയ്യുക. അപ്പോൾ 10 വർഷം കൊണ്ട് കഴിയും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഓരോ വർഷവും അല്ലേ ഓപ്പണിംഗ് ഉള്ള എമൗണ്ടിൽ വ്യത്യാസമാണ്. ഫസ്റ്റ് ഇയർ 10 lakh തന്നെയായിരിക്കും, സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 1 ലക്ഷം രൂപ റിഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 lakh rupees ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഓരോ വർഷവും കുറഞ്ഞു വരും. അങ്ങനെ ഡിബഞ്ചറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് എമൗണ്ട് ക്ലിയർ, ഈ എമൗണ്ടിന് അനുപാതമായിട്ട് ക്ലിയർ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ ഡിസ്കൗണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വർഷം ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 10 lakh ഉണ്ട്. ക്ലിയർ. രണ്ടാമത്തെ വർഷം വരുമ്പോൾ 9 ലക്ഷം ഉള്ളൂ. മൂന്നാമത്തെ വർഷം വരുമ്പോഴോ 8 ലക്ഷമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ വർഷത്തെയും എമൗണ്ട് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന് അനുപാതമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആദ്യ വർഷങ്ങളിൽ ഡിബഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ക്ലിയർ. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും ഡിബഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എമൗണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പം ഇങ്ങനെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് അല്ലേ അവൈലബിൾ ഫോർ യൂസ് ആസ് ക്യാപിറ്റൽ, അതിനെ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യുക. ക്ലിയർ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് അത് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്പർ 1 ഈസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അവിടെ എന്ത് ചെയ്യുന്നു, എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ആനുവലി വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ. ക്ലിയർ. അതിനെന്ത് ചെയ്യുന്നു, ഈ കിട്ടുന്ന ഓരോ എമൗണ്ടിനെ ഓരോ വർഷത്തെയും P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, അത് ക്യാൻസൽ ആവും. ക്ലിയർ. ഇങ്ങനെ 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെന്യൂർ കഴിയുമ്പോൾ മുഴുവൻ ഡിസ്കൗണ്ട് ക്യാൻസൽ ആയി പോകും. ക്ലിയർ. അപ്പോൾ എല്ലാ വർഷവും ക്യാൻസൽ ചെയ്യുന്ന റൈറ്റ് ഓഫ് ചെയ്യുന്ന ഡിബഞ്ചർ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഈക്വൽ ആയതുകൊണ്ട്, ഫിക്സഡ് ആയതുകൊണ്ട് ഇതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ. ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സോറി എന്താണ് അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത എമൗണ്ട് വീതം ഓരോ വർഷവും ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഡിബഞ്ചറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനെ അനുസരിച്ചുകൊണ്ട് അനുപാതമായിട്ട് വേരിയിങ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, നിശ്ചയിക്കുന്നു. ക്ലിയർ. അപ്പം അതനുസരിച്ച് ആദ്യ വർഷങ്ങളിൽ ഡിബഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് എമൗണ്ട് കൂടുതലും തുടർന്നുള്ള വർഷങ്ങളിൽ കുറഞ്ഞു വരുന്ന രീതിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ. ഇങ്ങനെ വരുന്നതിനാണ് ഫ്ലോട്ടിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. So this method is used
വെൻ ദ ഡിവഞ്ചേഴ്സ് ആർ റീപേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. മിക്കവാറും ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? റീപേയ്മെൻറ്റ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ. ക്ലിയർ? ലംസമായിട്ടാണ് റീപേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതെങ്കിൽ, തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ അല്ലേ, ഓരോ വർഷവും തിരിച്ചു കൊടുക്കുമ്പോൾ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കുറഞ്ഞു വരും. അപ്പം അതിനനുപാതമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ടിനെയും റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ. സോ അണ്ടർ ദിസ് മെത്തേഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ലോസ് ഓർ ഡിസ്കൗണ്ട് ഈസ് റിട്ടൺ ഓഫ് in the ratio of the amount of debenture outstanding at the beginning of each year. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബിഗിനിങ്. അപ്പോൾ നമ്മൾ ഏതിൻ്റെ എടുക്കേണ്ടത്? ബിഗിനിങ് ഓഫ് ഈച്ച്, ഓരോ വർഷത്തിൻ്റെയും ക്ലിയർ മുമ്പ് ഈ ബിഗിനിങ് ആയിട്ട് വരുന്ന എമൗണ്ട്. ക്ലിയർ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് നമ്മളതിനെ പറയാം. ക്ലിയർ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ആദ്യത്തെ വർഷത്തെ ഫുൾ എമൗണ്ട് വരും, ഇഷ്യൂ ചെയ്ത എമൗണ്ട്. ക്ലിയർ? രണ്ടാമത്തെ വർഷം വരുമ്പോൾ ഫസ്റ്റ് ഇയറിന് റിഡംഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട്. ക്ലിയർ? ഇങ്ങനെ വരും. ക്ലിയർ? ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളാണെങ്കിൽ ആകെ 10 lakh റുപ്പിയാണ്. സോ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഇസ് 10 lakh. അപ്പോൾ ആദ്യത്തെ വർഷം എന്താണ്? 10 lakh rupees. രണ്ടാമത്തെ വർഷം വരുമ്പോൾ അതിൽ 1,00,000 രൂപ കൊടുത്തു, അപ്പോൾ 9 ലക്ഷം ഉള്ളൂ. മൂന്നാമത്തെ വർഷം വരുമ്പോൾ 1,00,000 കൊടുത്തു, 8 ഉള്ളൂ. ക്ലിയർ? ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ വർഷത്തെയും. ക്ലിയർ? ഓക്കെ. ഇതിന് അനുപാതമായിട്ട് നമ്മൾ പ്രപ്പോർഷനേറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നു. സോ ഇൻ ദിസ് വേ the year have been largest benefit of the debenture is also bears the largest proportion of the discount. ഇത് എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് അല്ലേ? ഡിബഞ്ചർ എത്രയാണോ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നത് അതിന് അനുപാതമായിട്ട് എന്ത് ചെയ്യുന്നു? ആ സമയത്ത് കൂടുതൽ ഡിസ്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ക്ലിയർ? ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കുറച്ചായിട്ട് വരുമ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പം അങ്ങനെ എമൗണ്ട് അവൈലബിൾ ഫോർ യൂസ് അല്ലേ ആസ് ക്യാപിറ്റൽ, അതിന് അനുപാതമായിട്ടാണ് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡിന് നമുക്കൊരു എക്സാമ്പിൾ. ക്ലിയർ? ഓക്കെ. So example number 1. So on 1/4/2015, X Limited issued 2009% debentures of 100 each at a discount of 10%, redeemable at par and show discount on issue of debenture account if number 1, such debentures are redeemable after 5 years. 5 വർഷം കഴിഞ്ഞിട്ട് റിഡീം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ക്ലിയർ then such debentures are redeemable by equal annual drawings of 5 years. Okay, let us assume that X Limited follows financial year as the accounting year. Clear? അപ്പം ഇങ്ങനെ ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, രണ്ട് വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ക്ലിയർ? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലും ചെയ്യാനാണ് പറഞ്ഞത്. എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 2000. ക്ലിയർ? വാട്ട് ഈസ് ദ എമൗണ്ട്? 100 rupees ആണ് ഫേസ് വാല്യൂ. ഡിസ്കൗണ്ട് എത്രയാണ്? അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ക്ലിയർ 10%. ക്ലിയർ? സോ വാട്ട് ഈസ് 10% ഓഫ് 100? 10 rupee. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 2000 into 10. അല്ലേ? സോ വാട്ട് ഈസ് ദ എമൗണ്ട്? അല്ലേ, നമുക്ക് എത്ര കിട്ടും? 20,000 rupees കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ 20,000 rupees ആണ് ടോട്ടൽ ഡിസ്കൗണ്ട്. 20,000 rupees നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കണം. ക്ലിയർ? സോ അണ്ടർ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തു, ഹെഡിങ് കൊടുത്തു അല്ലേ, അണ്ടർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ലംസം പേയ്മെൻറ്റ്, ലംസം റീപേയ്മെൻറ്റ്. ഓക്കെ. സോ ടോട്ടൽ ഡിസ്കൗണ്ട് ഈക്വൽ ടു അല്ലേ 2 lakh rupees is the nominal value of debenture, that is 2,000 into 100. Clear? So that will give you 2 lakh rupees into 10% is the discount. Therefore 20,000 is the discount amount. Clear? Then അതിന് നമ്മൾ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ആനുവൽ ഡ്രോയിങ്സ് നോക്കും, അല്ലെങ്കിൽ ആനുവൽ എമൗണ്ട് നോക്കും, എത്രയാണ് വരിക? സോ ആനുവൽ എമൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്കൗണ്ട് 20,000 divided by ലൈഫ് സ്പാൻ 5 years. So that is 20,000 by 5 equal to 4,000. 4,000 രൂപ. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി ചെയ്തുമ്പോൾ എന്താണ് ഇത്? ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്തും അല്ലേ, ഡിബഞ്ചർ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എന്താ? സോ വാട്ട് ഈസ് എ ജേർണൽ എൻട്രി ഫോർ ഇഷ്യൂ അല്ലേ? നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് അറ്റ് അല്ലേ. സോ വാട്ട് ഈസ് എമൗണ്ട്? 1,80,000 അത്രേ കിട്ടിയിട്ടുള്ളൂ അല്ലേ. ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ 20,000 to 9% debenture. Clear? Another 2 lakh rupees. Clear? Okay. So this is the entry at the time of issue. Clear?
ഇനി നമ്മൾ റിഡംഷൻ ഓരോ വർഷത്തേക്കും വരികയെന്ന് വിചാരിക്കുക അല്ലേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് എൻ്റർ ചെയ്തുക, ഡിസ്കൗണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഓൾറെഡി ഡെബിറ്റ് ആണ്, അപ്പോൾ അതിന് ക്രെഡിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും നമ്മൾ, ഏതിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതിലൂടെ ഏത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യണം അല്ലേ. റവന്യൂ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്യണം, P&L account debtor, profit and loss account debtor. Clear? What is annual amount? 4,000 to discount on issue 4,000. Okay. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ, ക്ലിയർ, ഇഫ് യു ആർ ഡ്രോയിങ് എ ലെഡ്ജർ അക്കൗണ്ട് കോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, ക്ലിയർ, ദെൻ അല്ലേ അതിലെന്തുണ്ടാവും? സോ ബാലൻസ് അല്ലേ ഓൺ 1/4/2015 when debentures were issued അല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിട്ട് 20,000 അല്ലേ ടു ക്രെഡിറ്റ് ആണ് 9% ഡിബഞ്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 9% ഡിബഞ്ചർ അക്കൗണ്ട് 20,000 rupees നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? ദെൻ നീ P&L അക്കൗണ്ട് 31/3/2016 അല്ലേ ആ ഇയർ എൻഡിൽ, ആ വർഷത്തിൻ്റെ അവസാനത്തിൽ, ക്ലിയർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എത്ര രൂപ? 4,000 rupees ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ? സോ 4,000 rupees ഈസ് ട്രാൻസ്ഫേർഡ്. സോ ബാലൻസ് എത്രയുണ്ട് ഇനി? 16,000 ഉണ്ട്. 20,000 രൂപ ആകെ ഡിസ്കൗണ്ട്, 4,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തു, ദെൻ 16,000 രൂപയുണ്ട്. ക്ലിയർ? സോ നെക്സ്റ്റ് ഇയർ ഇതിന് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി 16,000 രൂപ നമ്മൾ ഡെബിറ്റിൽ എഴുതി. ആ വർഷത്തിൻ്റെ അവസാനം വീണ്ടും എന്ത് ചെയ്തു, 4,000 രൂപ P&L അക്കൗണ്ടിലേക്ക് എഴുതി. ക്ലിയർ? സെക്കൻഡ് ഇയർ വരുമ്പോൾ എന്താ എൻട്രി? P&L account debtor to discount account. Clear? 4,000. Clear? അപ്പോൾ 4,000 എഴുതി, ദെൻ ബാലൻസ് ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്തു, 2 വർഷം. മൂന്നാമത്തെ വർഷം ചെയ്യുമ്പോഴും ക്ലിയർ P&L അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു അല്ല, എന്നിട്ട് എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി 4,000 രൂപ എഴുതി. ഓക്കെ, ബാക്കി 8,000 ആയി. ഇങ്ങനെ 5 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ബാലൻസ് എത്രയായിട്ട് മാറുന്നു? സോ 4,000 rupees ഉണ്ടായിരുന്നു ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ? 5ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്തു, P&L അക്കൗണ്ടിലേക്ക് മാറ്റി. അതോടുകൂടി ബാലൻസ് ഇല്ല, നോ ബാലൻസ്. ക്ലിയർ? ഓൾ ദി എമൗണ്ട് ഹാവ് ബീൻ റിട്ടേൺ ഓഫ്. ഓക്കെ, ആ വർഷം എന്ത് ചെയ്യും, 5ാമത്തെ വർഷം എന്തുകൂടെ ചെയ്യും, ഡിവഞ്ചറിനെ തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ജേണൽ എഴുതും? സോ 9% ഡിവഞ്ചർ ഇനി ഇല്ല, അപ്പം അതിനെ മാറ്റണം. അപ്പം എന്ത് ചെയ്യും, 9% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2 lakh അല്ലേ, തിരിച്ചു കൊടുക്കുന്ന പാറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? 2 lakh അല്ലെങ്കിൽ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എഴുതുക, എന്നിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 2 lakh rupees. ക്ലിയർ? അപ്പം ഇങ്ങനെ ഡിബഞ്ചറും തിരിച്ചു കൊടുക്കും. ഇനി ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട്. സെക്കൻഡ് വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്താ? സോ വെൻ debentures are redeemable by equal annual drawings of 5 years. ഓരോ വർഷവും അല്ലേ നിശ്ചിത എമൗണ്ട് വീതം ആനുവൽ ഡ്രോയിങ്സ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലേ, ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, ആകെ കൊടുക്കാനുള്ള ഡിബഞ്ചർ എത്രയാ? 2 ലക്ഷം രൂപ. ക്ലിയർ? അതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ക്ലിയർ? സോ 2 lakh divided by 5 that is equal to അല്ലേ 40,000 rupees വീതം കിട്ടും. ക്ലിയർ? ഇപ്പം 40,000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോ വർഷവും റെഡീം ചെയ്യണം. ക്ലിയർ? അപ്പോൾ 40,000 രൂപയുടെ ഡിബഞ്ചർ റെഡീം ചെയ്ത് വരും. അങ്ങനെ 5 വർഷം റെഡീം ചെയ്യുമ്പോൾ മുഴുവൻ എമൗണ്ടും കഴിയും. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലാണ് അത് എടുക്കുക. അപ്പോൾ ആനുവൽ ഡ്രോയിങ്സ് എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ എമൗണ്ട് ടു ബി റെഡീംഡ് പെർ ഇയർ ഈസ് ഈക്വൽ ടു 2 lakh divided by 5. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000 rupees. ക്ലിയർ? ദെൻ ഫസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് എത്രയാണ്? സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ, ക്ലിയർ, ഓപ്പണിംഗ് ബാലൻസ് ഈസ് 2 lakh. അപ്പോൾ റിഡീം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി അല്ലേ ഫസ്റ്റ് ഇയർ ആകുന്ന സമയത്ത് നമ്മൾ എത്ര എന്ത് ചെയ്യും, 40,000 രൂപ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി സെക്കൻഡ് ഇയർ വരുമ്പോൾ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, 40,000 കൊടുത്തിട്ടുണ്ടാവും. ബാക്കി എത്രയേ ഉള്ളൂ? 1,60,000 ഉള്ളൂ. അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി തേർഡ് ഇയർ വരുമ്പോഴോ 1,60,000 rupees 40,000 കൊടുത്തിട്ടുണ്ടാവും, ബാക്കി 1,20,000 ഉള്ളൂ. അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഫോർത്ത് ഇയർ വരുമ്പോൾ 1,20,000 ആകെ ഉള്ളതിൽ 40,000 കൊടുത്ത് ബാക്കി 80,000 ഉണ്ടാവും. ക്ലിയർ? അറ്റ് ദി എൻഡ് ഓഫ് ദി
ഫിഫ്ത്ത് ഇയർ വരുമ്പോൾ അത്രേ അല്ലേ, നമുക്ക് 80,000 റുപ്പീസിൽ 40,000 കൊടുത്ത് ബാക്കി 40,000 ഉണ്ടാവും. ക്ലിയർ? ഈ രീതിയിൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 2 lakh, 1,60,000, 1,20,000, 80,000 and 40,000. So these are all the amount obtained. Clear? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രപ്പോർഷനാക്കി മാറ്റാം. അപ്പോൾ പ്രപ്പോർഷനാക്കി മാറ്റാൻ നമുക്ക് ഇതിനെല്ലാം കൂടെ കൂട്ടാം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോന്നിനെയും നമുക്ക് 2 lakh ഡിവൈഡ് ബൈ ഇതിനെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, 2 lakh plus 1 lakh അല്ലേ, അപ്പോൾ 3,60,000 ആയി. പിന്നെ then 3,60,000 plus 1,20,000, അപ്പോൾ 4,80,000 ആയി. 4,80,000 plus 80,000, so 5,60,000 ആയി. then plus 40,000, so 6 lakh. അപ്പോൾ ആകെ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 6 lakh കിട്ടും. ക്ലിയർ? അപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 6 lakh അങ്ങനെ ചെയ്താലും മതി. ക്ലിയർ? അതുപോലെ 1,60,000 ഡിവൈഡ് ബൈ 6 lakh ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ റെഡ്യൂസ് ചെയ്യാം ഈ എമൗണ്ടിനെ. ക്ലിയർ? അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് ഫോർ എക്സാമ്പിൾ അല്ലേ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ മിനിമം ആയിട്ട് വരുന്നത് 40,000 ആണ്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ ഡിവൈഡ് 40,000 2 lakh ഡിവൈഡ് ബൈ 40,000 ചെയ്യുകയാണെങ്കിൽ 5 കിട്ടും. ക്ലിയർ? 1,60,000 ഡിവൈഡ് ബൈ 40,000 ചെയ്യുകയാണെങ്കിൽ 4 കിട്ടും. ക്ലിയർ? ഇവിടെ ചെയ്യുകയാണെങ്കിൽ 3 കിട്ടും. ഇതിന് ചെയ്യുകയാണെങ്കിൽ 2 കിട്ടും. ഇത് 1 തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെ റേഷ്യോ എടുക്കാം, 5:4:3:2:1. ക്ലിയർ? ഓക്കെ. അങ്ങനെ വരികയാണെങ്കിൽ ടോട്ടൽ ഇതിനെല്ലാം കൂടെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ എത്ര വരും, സോ 5 plus 4 plus 3 plus 2 plus 1 equal to 15 അല്ലേ, 16. എത്ര കിട്ടുക, 16 ആണ് കിട്ടുക. ദാറ്റ് ഈസ് 50. ക്ലിയർ? 5 4 9, 9 3 12 2 14 1 15. സോ 15 ഈസ് ദി ആൻസർ. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, 5/15, 4/15 അങ്ങനെ ചെയ്താൽ. ക്ലിയർ? ഓരോന്നും നമ്മൾ അതനുസരിച്ച് എടുത്താൽ. ഓക്കെ. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. സോ ഫസ്റ്റ് ഇയേഴ്സ് return of amount to P&L account will be calculated as 20,000 is the amount of discount into 5/15. Clear? That is equal to 6,667. Okay, round off ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. ക്ലിയർ? സെക്കൻഡ് ഇയർ വരുമ്പോഴോ 20,000 into 4/15, so that will give you 5,333. Clear? Okay. Then third year വരുമ്പോൾ 20,000 3/15, that is equal to 4,000. Fourth year വരുമ്പോൾ 20,000 into 2/15, so 2,667. then last year, clear, 1/15 വെച്ചിട്ട് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ 1,3333 വരും. ക്ലിയർ? അപ്പോൾ ഇതൊന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഓരോ വർഷം കഴിയുമ്പോഴും റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? ഓക്കെ. എന്തുകൊണ്ടാണിത് കുറയുന്നത്, ഇൻ പ്രപ്പോർഷൻ ആണ് അല്ലേ. ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കുറയുന്നു, അതനുസരിച്ച് റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ടും കുറയും. ക്ലിയർ? ഡിബഞ്ചറിൻ്റെ എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഡിബഞ്ചറിൻ്റെ ക്യാപിറ്റൽ കുറയുന്നു അല്ലേ, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കൗണ്ടിങ്ങും കുറയ്ക്കുന്നു. ഓക്കെ. സോ ഇതിൻ്റെ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിലും സെയിം എൻട്രി തന്നെയാണ് അല്ലേ. ഓരോ വർഷം നമ്മൾ ആദ്യത്തെ എൻട്രി എന്താ, ഇഷ്യൂ സമയത്ത് എൻട്രി ചെയ്തുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് അല്ലേ 1,80,000 അല്ലേ, ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് 20,000 to 9% ഡിബഞ്ചർ. ക്ലിയർ? 2 lakh. ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ക്ലിയർ ഡെബിറ്റിൽ 20,000 എഴുതി, 9% ഡിബഞ്ചർ എഴുതി 20,000 എഴുതി. ക്ലിയർ? ഇനി ഇയർലി വരുമ്പോൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ക്ലിയർ? ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ. ഇവിടെ എമൗണ്ട് മാത്രം എന്ത് ചെയ്യണം, ആദ്യത്തെ വർഷമായപ്പോൾ 6,667. ക്ലിയർ? 6,667. രണ്ടാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് മാറി അല്ലേ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, അതിൻ്റെ ബാലൻസ് ഒക്കെ എടുക്കുക. ഇപ്പോൾ 20,000 മൈനസ് 6,667, അപ്പോൾ 13,333 ആയിരിക്കും ബാലൻസ് കിട്ടുക. ക്ലിയർ? അതിന് നമ്മളെടുത്ത് ഓപ്പണിംഗ് ബാലൻസ് അടുത്ത് എഴുതി. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത വർഷം ചെയ്യുമ്പോൾ വീണ്ടും P&L അക്കൗണ്ട് ഡെറ്റർ. ക്ലിയർ? സെക്കൻഡ് ഇയർ എത്രയാണ് എമൗണ്ട്, 5,333 ആണ്. ക്ലിയർ? ടു ഡിസ്കൗണ്ട്. ഓക്കെ, 5,333. ഓക്കെ. ഈ രീതിയിൽ കുറച്ച് വരിക. ഓക്കെ. ഇങ്ങനെ വരുന്ന സമയത്ത് ഫിഫ്ത്ത് ഇയർ ആകുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ ഡിസ്കൗണ്ട് ഈസ് ട്രീറ്റഡ്. ഓക്കെ. Then so
ഡിസ്ക്ലോഷർ ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മളിത് എങ്ങനെയാണ് കാണിക്കുക. ക്ലിയർ? So discount on issue of debenture or loss on issue of debenture is shown under assets. Okay, under the heading other current assets or non-current assets. Okay, as unamortized expense still written off. Clear? നമുക്ക് അൺഅമോർട്ടൈസ്ഡ് എമൗണ്ട് ആയതുകൊണ്ട് ക്ലിയർ അതർ കറണ്ട് അസറ്റ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അത് കാണിക്കും. ക്ലിയർ? ഡെഫേർഡ് ആയിട്ടുള്ളൊരു അൺഅമോർട്ടൈസ്ഡ് എമൗണ്ട് ആയതുകൊണ്ട് അതിനെ കാണിക്കും. ഓക്കെ, then the amount which is to be written off in the next 12 months should be recorded as unamortized expenses relating under the heading current assets, other current assets. Okay, the balance amount which is to be written off after the period should be shown as unamortized expenses under the heading other non-current assets in the balance sheet. ഇത് രണ്ട് രീതിയിൽ കാണിക്കും. ക്ലിയർ? ഒന്ന്, ഫോർ എക്സാമ്പിൾ നമുക്ക് 5 വർഷമാണ് ഉള്ളതെന്ന് വിചാരിക്കുക അല്ലേ, ടേം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം 4000 രൂപ നമ്മൾ കുറച്ചെന്ന് വിചാരിക്കുക. 20,000 രൂപയാണ് ആകെ ഡിസ്കൗണ്ട്. അപ്പോൾ ബാക്കി 16,000 രൂപയുണ്ട്. ക്ലിയർ? ഈ 4,000 രൂപ നമ്മൾ കാണിക്കുമ്പോൾ ക്ലിയർ അതെന്ത് ചെയ്യും, കറണ്ട് അസറ്റ്സ് ആയിട്ട് കാണിക്കണം. കാരണം എന്താ, ഒരു വർഷം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? ഇനി ബാക്കിയുള്ള 16,000 രൂപ എന്ത് കാണിക്കണം, നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ഇതേ അടുത്ത വർഷം വരുമ്പോൾ അത് ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 4,000 രൂപ കുറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്, 16,000 രൂപയുണ്ട്. ഈ 16,000 രൂപയിൽ അല്ലേ 16,000 റുപ്പീസാണ് ആകെ ബാലൻസ് ഉള്ളത് അല്ലേ. അതിൽ 16,000 രൂപയിൽ ഒരു വർഷം കൊണ്ട് കുറയ്ക്കേണ്ടത് എത്രയാണ്, 4,000 രൂപ. അപ്പോൾ ബാക്കി എത്രയുണ്ട്, 12,000 രൂപ. ക്ലിയർ? ഈ 4,000 രൂപ എന്തായിട്ട് കാണിക്കണം, കറണ്ട് അസറ്റ്സ് ആയിട്ട് കാണിക്കണം. ക്ലിയർ? ബാക്കിയുള്ളതിന് എന്ത് കാണിക്കണം, നോൺ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കണം. ക്ലിയർ? അപ്പം ഇങ്ങനെ ഓരോ വർഷവും കറണ്ട് നോൺ കറണ്ട് ആയിട്ട് കാണിക്കും. ക്ലിയർ? കറണ്ട് അസറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്താ, 12 മന്ത്സ് കൊണ്ട് റെഡീം ചെയ്യേണ്ട എമൗണ്ടുകൾക്കാണ് എന്ത് പറയുന്നത്, കറണ്ട് അസറ്റ്സ് ആണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തേക്ക് 12 മന്ത്സിനുള്ളിൽ നമ്മൾ കൊടുത്ത് തീർക്കേണ്ട റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ടിനെ കറണ്ട് അസറ്റ്സ് ആയിട്ടും ബാക്കിയുള്ള ബാലൻസിനെ നോൺ കറണ്ട് ആയിട്ടും കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് 4,000 ഷുഡ് ബി റിട്ടൺ ഓഫ് അണ്ടർ ഷോൺ അണ്ടർ അതർ കറണ്ട് അസറ്റ്സ്. ക്ലിയർ? Then balance 16,000 will be written off over the in the next 12 months. So balance 16,000 should be shown under the non-current assets. So this is because 16,000 should be written off after 12 months. Clear? 12 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 5 വർഷം വരെ ഉണ്ട് അല്ലേ, ബാക്കിയുള്ള 4 വർഷം കഴിഞ്ഞിട്ട് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു. ഓരോ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെ മാറ്റി മാറ്റി എഴുതണം. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ആണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ നോക്കാം അല്ലേ. സോ എന്തൊക്കെയാണ് സോഴ്സസ്, വേരിയസ് സോഴ്സസ് ഫോർ ഡിബഞ്ചർ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ക്ലിയർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ, ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, by conversion into shares or debentures, out of proceeds of the sale of fixed assets, by purchase of own debentures. ഇങ്ങനെയൊക്കെ വഴിയിലൂടെയൊക്കെ നമുക്ക് ഡിബഞ്ചറിനെ റിഡീം ചെയ്യാം, സോഴ്സസ് ആയിട്ട് ചെയ്യാം. ക്ലിയർ? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റിഡീമിങ്? സോ റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് ഉണ്ട്, റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്സ് ഉണ്ട്, റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉണ്ട്, ദെൻ റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ഉണ്ട്, റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഇൻ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്, redemption by conversion into new shares or debentures ഉണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെ കൺവേർഷൻ ആവാം, ഓൺ ഡിബഞ്ചർ സ്വന്തം ഡിബഞ്ചർ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങിച്ച് ക്യാൻസൽ ചെയ്യുന്നത് ഏർപ്പാടുണ്ട്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വഴി ഓരോ വർഷവും കുറച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ റിഡംഷൻ ബൈ ലംസം ഒന്നിച്ച് മെച്യൂരിറ്റി പീരീഡിൽ ഒന്നിച്ച് തിരിച്ചു കൊടുക്കാം. ക്ലിയർ? ഇങ്ങനെയൊക്കെ മെത്തേഡായിട്ട് റിഡീം ചെയ്യാം. ഇതിൻ്റെ ഓരോ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, അതുകൊണ്ട് കൂടുതലായിട്ട് നോക്കുന്നില്ല. ഓക്കെ.